നമസ്കാരം. സിറ്റി ചാനൽ ജില്ലാ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മഹിളാ കോൺഗ്രസ് സാഹസ്യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മടിയൻകുലം പാട്ടുത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവും കാഴ്ച സമർപ്പണവും നടക്കും. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്തൃക യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ടിൽ എ ഗ്രേഡ് നേടി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. CITU അജാനൂർ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് ഹാജി പതാക ഉയർത്തി. വാർത്തകൾ വിശദമായി. മഹിളാ കോൺഗ്രസ് സാഹസ്യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. കേരളത്തിൽ പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള LDF ഭരണത്തിൽ സ്ത്രീകളുടെ സംരക്ഷണം എന്നത് തീർത്തുമില്ലാതായെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അഡ്വക്കേറ്റ് ബിന്ദു കൃഷ്ണ ആരോപിച്ചു. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജബി മേത്തർ നയിക്കുന്ന മഹിളാ സാഹസ്യാത്രയുടെ കാസർഗോഡ് ജില്ലാതല സമാപന പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. ആദ്യം ഒരു പെൺകുഞ്ഞിനെ ആക്രമിച്ച് കൊലപ്പെടുത്തി, ആക്രമിച്ച് ക്രൂരമായി ഉപദ്രവിച്ച് കൊന്നതാണെന്ന് അറിയുന്നില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അതുണ്ട്. പക്ഷെ ഈ സർക്കാരും പോലീസും അത് പൂഴ്ത്തിവെച്ചു. ഞങ്ങളല്ല, ഞാനും ജബിയും അടക്കം ഞങ്ങളെല്ലാവരും പോയി ആ വീട്ടിൽ പോയതാണ്. ഈ പോഡിയത്തേക്കാൾ ചെറിയൊരു കൂര, അതിനകത്ത് ആ കുഞ്ഞിന് നേരെ നിവർന്നു നിൽക്കാൻ പോലും സ്ഥലമില്ലാത്തടുത്ത് കേരള പോലീസ് പറയുക ആ കുഞ്ഞ് കെട്ടിത്തൂക്കിയതാണ്. ആ പിഞ്ചു കുഞ്ഞുങ്ങൾ തൂങ്ങിയതാണെന്ന് പറയുമ്പോ അന്ന് അവിടെ ചെന്നവരടക്കം മനസാക്ഷിയുള്ള ഓരോ മലയാളിയും നെഞ്ചിൽ കൈവച്ച് പറഞ്ഞു, ഈ കുഞ്ഞുങ്ങൾ തൂങ്ങി മരിച്ചതല്ല, അവരെ കൊന്നു കെട്ടിത്തൂക്കിയതാകാമെന്ന്. അവസാനം ആ കേസ് നേരെ അന്വേഷിക്കാത്തോണ്ട് രണ്ടാമത്തെ കുഞ്ഞിനും അതേ ഗതി തന്നെ വന്നു. പ്രിയപ്പെട്ടവരെ, ആകെയുള്ള 2 കുഞ്ഞുങ്ങളെ നഷ്ടപ്പെട്ട ഒരമ്മ കണ്ണീർ കടലായി കേരള സാമൂഹ്യ മനസാക്ഷിയുടെ മുന്നിൽ നിന്നുകൊണ്ട് കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയനോടും അദ്ദേഹത്തിന്റെ പോലീസ് സംവിധാനത്തോടും സംസ്ഥാനത്ത് ഓരോ CPM നേതാക്കന്മാരോടും സംസ്ഥാനത്ത് പുരോഗമനം പറയുന്ന, സ്ത്രീപക്ഷം പറയുന്ന PK ശ്രീമതി അടക്കമുള്ള CPM-ന്റെ വനിതാ നേതാക്കന്മാരോടും കെഞ്ചി. മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുനിത രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ജാഥ ലീഡർ അഡ്വക്കേറ്റ് ജബി മേത്തർ, DCC പ്രസിഡന്റ് PK ഫൈസൽ, KPCC അംഗങ്ങളായ കരിമ്പിൽ കൃഷ്ണൻ, KV ഗംഗാധരൻ, മീനാക്ഷി ബാലകൃഷ്ണൻ, മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മിനി ചന്ദ്രൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. ടൗണിലെ വെള്ളാപ്പ് റോഡ് ജംഗ്ഷനിൽ വെച്ച് മഹിളാ സാഹസ്യാത്രയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് ബസ് സ്റ്റാൻഡ് പരിസരത്തെ വേദിയിലേക്ക് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ സ്വീകരിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷന്റെ ഹോസ്തൃക യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C രവി ഉദ്ഘാടനം ചെയ്തു. കേരള അഡ്വക്കേറ്റ് ക്ലർക്ക് അസോസിയേഷൻ ഹോസ്തൃക യൂണിറ്റ് സമ്മേളനം നടന്നു. യൂണിറ്റ് പ്രസിഡന്റ് K രാമചന്ദ്രൻ നായർ പതാക ഉയർത്തി. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം C രവി ഉദ്ഘാടനം ചെയ്തു. ഭാവി കടമകളിൽ, ഭാവി തീരുമാനങ്ങളിൽ അതൊക്കെ ഈ സമ്മേളനത്തിൽ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതായിട്ടുണ്ട്. നീതിന്യായ രംഗത്തുള്ള അഭിവാജ്യ ഘടകമായ അഭിഭാഷക ക്ലർക്കുമാർ നമ്മുടെ 26ാം സംസ്ഥാന സമ്മേളനം നടക്കുന്ന കാലഘട്ടത്തിൽ വളരെ പ്രതിസന്ധി നേരിടുന്നൊരു സമയം കൂടിയാണ് ഈ സന്ദർഭം. ഇന്ത്യ രാജ്യത്ത് നീതിന്യായ വ്യവസ്ഥയിൽ പുത്തൻ പരിഷ്കാരങ്ങൾ വരുന്നുകൊണ്ടിരിക്കുന്ന ആ കാലഘട്ടത്തിൽ അതെത്രയും പെട്ടെന്ന് നടപ്പിലാക്കാൻ മറ്റ് ചില സംസ്ഥാനങ്ങളെപ്പോലെ കേരള സംസ്ഥാനവും ഏറെ മുന്നോട്ട് വന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. യൂണിറ്റ് പ്രസിഡന്റ് K രാമചന്ദ്രൻ നായർ അധ്യക്ഷത വഹിച്ചു. കമലാക്ഷൻ, സുനിൽകുമാർ, M ശശിധരൻ, PP ശ്രീനിവാസൻ, VM ജയദേവൻ, VV ബാലൻ, രഘുനാഥ് നായക്, ബിന്ദു അനിരുദ്ധ് എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി ബാബു V സ്വാഗതവും ജോയിന്റ് സെക്രട്ടറി സത്യൻ P നന്ദിയും പറഞ്ഞു. പ്രവർത്തന റിപ്പോർട്ട്, വരവ് ചെലവ് കണക്ക് അവതരണം നടന്നു. 2025-28 വർഷത്തെ പുതിയ യൂണിറ്റ് കമ്മിറ്റി, ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളുടെ തെരഞ്ഞെടുപ്പും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ടിൽ എ ഗ്രേഡ് നേടി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. സ്കൂളിന് അഭിമാന നിമിഷം സമ്മാനിച്ച കലാപ്രതിഭകൾക്ക് അനുമോദനം നൽകി.
തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻപാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടി നാടിന്റെ അഭിമാനമായ കലാപ്രതിഭകളെ സ്കൂളിന്റെ നേതൃത്വത്തിൽ അനുമോദിച്ചു. നാടൻപാട്ട് കലാകാരൻ രവി വാണിയമ്പാറ പരിശീലിപ്പിച്ച ടീമിൽ 8ാം തരം വിദ്യാർത്ഥികളായ KS നന്ദന, അലീന സന്തോഷ്, ആദിഷ് M, 9ാം ക്ലാസ് വിദ്യാർത്ഥികളായ മയൂഖ CK, വൈഗ AK, അനന്യ എന്നിവരാണ് സംസ്ഥാന മത്സരത്തിൽ മാറ്റുരച്ച വിജയം നേടിയത്. നമ്മുടെ രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്ന് നാടൻപാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. തീർച്ചയായും അതൊരു അഭിമാനകരമായ സംഗതി തന്നെയാണ്. കാരണം നമ്മളെപ്പോലുള്ള ഒരു ഗ്രാമപ്രദേശത്ത് നിന്ന് സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു വലിയ മത്സരത്തിൽ അവിടെ മറ്റ് ജില്ലക്കാരോട് മത്സരിച്ച് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മത്സരിച്ചിട്ടുള്ള രാവണേശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ തലത്തിലെ വിദ്യാർത്ഥികൾ നാടൻപാട്ട് മത്സരത്തിൽ എ ഗ്രേഡ് നേടുക എന്ന് പറയുന്നത് ഏറെ അഭിമാനകരമായ സംഗതി തന്നെയാണ്. തീർച്ചയായും ആ വിജയത്തിൽ പിന്നണിയിൽ പ്രവർത്തിച്ചിട്ടുള്ള മുഴുവൻ കുട്ടികളെയും അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അതിന് ഇവരെ പരിശീലിപ്പിച്ചിട്ടുള്ള രവി വാണിയമ്പാറ എന്ന കലാകാരനെയും ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കുകയാണ്. വിജയികളായ കുട്ടികളെയും ആനയിച്ചുകൊണ്ട് സ്കൂൾ കവാടത്തിൽ നിന്നും ഘോഷയാത്ര നടന്നു. പ്രധാനാധ്യാപിക P. ബിന്ദു, PTA പ്രസിഡന്റ് P. രാധാകൃഷ്ണൻ, മദർ PTA പ്രസിഡന്റ് ധന്യ അരവിന്ദ്, സീനിയർ അസിസ്റ്റന്റ് B. പ്രേമ, സ്റ്റാഫ് സെക്രട്ടറി PV ജനാർദ്ദനൻ, P. പ്രകാശൻ, പ്രീത, സുരേഖ, സിന്ധു, സവിത, B. ഭവ്യ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ഇനിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. Break the mold. Embrace your uniqueness. Unleash the extraordinary. Write your own story. One vow at a time. Celebrating Viva by Shobika Weddings. ചേലോടെ സ്വർണ്ണമഴയായി കണ്ണെഴുതി വിഴിയഴകായി കണ്ണേഴത്തിൻ പൊന്നിൻ വരവായി അണിഞ്ഞൊരുങ്ങി ദേവതയായി നീ മനം നിറഞ്ഞൊരു സ്വപ്നനായികയായി. പൊന്നിന്മേറ്റുള്ള വിശ്വാസം കാഞ്ഞങ്ങാടിന് സ്വർണ്ണത്തിളക്കം. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് ഏറ്റവും മികച്ച വിലയും കണ്ണെഴുത്തുക. പഴയ ബസ് സ്റ്റാൻഡിന് ഉൾവശം, കാഞ്ഞങ്ങാട്. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. വിദ്യാഭ്യാസ രംഗത്ത് ഉത്തര മലബാറിൽ അത്യുന്നതിയിലേക്ക് കുതിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, അഫിലിയേറ്റഡ് ടു കണ്ണൂർ യൂണിവേഴ്സിറ്റി. ആധുനികവും അന്താരാഷ്ട്ര നിലവാരത്തിലുള്ളതുമായ മികച്ച ക്യാമ്പസ്, പരിചയസമ്പന്നരായ അധ്യാപകർ, മികച്ച ലൈബ്രറി, വാഹന സൗകര്യം എന്നിവ ഉറപ്പു നൽകുന്നു. വിശദ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക. സനാതന ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, കോട്ടപ്പാറ, കാഞ്ഞങ്ങാട്. ജൈവജില്ലയായ കാസർഗോഡിന്റെ സ്വന്തം ജൈവവളം ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കാസർഗോഡ് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് 100% ജൈവരീതിയിൽ തയ്യാറാക്കുന്ന ജൈവവളം. ജൈവ ഘടകങ്ങൾ കൃത്യമായ അളവിൽ ചേർത്ത് മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന പ്രോസസ്സിംഗിലൂടെ തയ്യാറാക്കുന്ന വളം നിങ്ങളുടെ ഏത് കൃഷിക്കും അത്യുൽപാദന ശേഷി ഉറപ്പുതരുന്നു. കൂടാതെ ജീവാണുവളം ആവശ്യാനുസരണം തയ്യാറാക്കി നൽകുന്നു. കർഷകർക്കായി പ്രത്യേകം തയ്യാറാക്കുന്ന പച്ച കക്കപ്പൊടി, ചാണകപ്പൊടി, അത്യുൽപാദന ശേഷിയുള്ള തെങ്ങ്, കമുങ്ങ്, മാവ്, പ്ലാവ് തുടങ്ങിയ ഫലവൃക്ഷ തൈകൾ മിതമായ നിരക്കിൽ ലഭ്യമാക്കുന്നു. സ്വന്തം ഫാമിൽ തയ്യാറാക്കുന്ന നാടൻ തേനും ലഭ്യമാണ്. ഇനി നിങ്ങളുടെ കൃഷിയും 100 മേനി വിളയട്ടെ. ബയോപ്ലസ് മടിക്കൈ ജൈവവളം. കോൺടാക്ട് 8547 977188 8547 349188. വിദഗ്ധ ഡെർമറ്റോളജിസ്റ്റുകളുടെ സേവനവുമായി ചർമ്മ സൗന്ദര്യ സംരക്ഷണത്തിനായുള്ള അതിനൂതന സാങ്കേതിക വിദ്യയോടുകൂടിയ സ്കിൻ, ഹെയർ ആൻഡ് ലേസർ സെന്റർ ഇനി കാഞ്ഞങ്ങാടിന് സ്വന്തം. നിങ്ങളുടെ ചർമ്മം, മുടി, നഖം എന്നിവയെ ബാധിക്കുന്ന എല്ലാത്തരം രോഗങ്ങൾക്കും ഒരു ശാശ്വത പരിഹാരം. പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, കാഞ്ഞങ്ങാട്.
ഹൈഡ്രാഫേഷ്യൽ, മെഡിഫേഷ്യൽ, ബോട്ടോക്സ് ഫില്ലർ, ത്രെഡ് ലിപ്സ്, സോറിയാസിസ്, വെള്ളപ്പാണ്ടിനുള്ള ചികിത്സ, മുഖക്കുരുവും കറുത്ത പാടുകളും മാറുന്നതിനുള്ള നൂതന സ്കിൻ പീലുകൾ, ഫേഷ്യൽ റെജുവിനേറ്റർ, മുഖത്തും ദേഹത്തുമുള്ള പാടുകൾക്കുള്ള ചികിത്സ, കാർബൺ പീൽ, ടാറ്റു റിമൂവൽ, മറുക്, അരിമ്പാറ, പാലുണ്ണി എന്നിവയ്ക്കുള്ള ചികിത്സ, ലേസർ ഹെയർ റിഡക്ഷൻ, മുടികൊഴിച്ചിലിനുള്ള ചികിത്സ എന്നിങ്ങനെ എല്ലാത്തരം ചികിത്സാ സൗകര്യവും ലഭ്യമായ കാസർഗോഡ് ജില്ലയിലെ ഏക സ്ഥാപനം പ്രൈം സ്കിൻ ക്ലിനിക്, നോർത്ത് കോട്ടച്ചേരി, നിയർ ഭീമ ജുവലറി, കാഞ്ഞങ്ങാട്. കോൺടാക്ട് നമ്പർ 9895 413 028. വാർത്തകൾ തുടരുന്നു. CITU അജാനൂർ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. CITU അജാനൂർ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ അടൂട്ട് AKG മന്ദിരത്തിൽ നടന്നു. CITU സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. ഭരണവർഗത്തിനെതിരായിട്ടുള്ള സമരം കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടതുണ്ട് എന്ന് ഓർമ്മിപ്പിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പരാജയത്തെ പറ്റിയുള്ള ഒരുപാട് വിശകലനമൊക്കെ നടത്തിയിട്ടുണ്ട്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ എല്ലാം ശ്രദ്ധയിൽ വന്നിട്ടുണ്ട്. ഒന്ന് എന്താ, സാമൂഹ്യ പെൻഷൻ അല്ലേ? പ്രസിഡന്റ് KG സജീവൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K ചന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ജില്ലാ വൈസ് പ്രസിഡന്റ് കാറ്റാടി കുമാരൻ, TU പവിത്രൻ, P കാര്യമ്പു, K ശശി എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. അതിഞ്ഞാൽ ദർഗാ ഷെരീഫ് ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് ഹാജി പതാക ഉയർത്തി. ഏകത്വത്തിന്റെ പേരിൽ വിഘടനവാദം വളർത്തുന്ന വർത്തമാനകാല രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്ത്യയുടെ സാംസ്കാരികോത്സവങ്ങളിലൊന്നായ ഉറൂസിന് വലിയ പ്രാധാന്യമുണ്ടെന്ന് ഡോക്ടർ AM ശ്രീധരൻ പറഞ്ഞു. അതിഞ്ഞാൽ പള്ളിയിൽ ഉറൂസിനോടനുബന്ധിച്ചുള്ള സൗഹൃദ സംഗമം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാഗത ഭാഷണത്തിൽ 2 പേരുകളും സൂചിപ്പിക്കുകയുണ്ട്. റഷ്യയിൽ നിന്ന് കടൽ മാർഗം ഇവിടെ എത്തിച്ചേരുകയും ഇവിടുത്തെ ജനതയുടെ കാലാകാലങ്ങളിലുള്ള സ്മരീയ പുരുഷനായി മാറുകയും ചെയ്ത ഉമർ സമർഖൻ തെക്ക് നിന്ന് യാത്ര ആരംഭിച്ച് പലയിടങ്ങളിൽ ആരൂഢം നേടി മടിയനിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ക്ഷേത്രപാലകൻ. അതിഞ്ഞാൽ ജമാഅത്ത് പ്രസിഡന്റ് VK അബ്ദുള്ള ഹാജി അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി പാലാട്ട് ഹുസൈനാർ ഹാജി, മടിയൻകുളം ക്ഷേത്ര ട്രസ്റ്റി ചെയർമാൻ VM ജയദേവൻ, അതിഞ്ഞാൽ ജമാഅത്ത് ഖത്തീബ് TT അബ്ദുൽ ഖാദർ അസ്ഹരി, V കമ്മാരൻ, T മുഹമ്മദ് അസ്ലം, ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് തെക്കേപ്പുറം, മസ്ജിദ് ഖത്തീബ് മുഹമ്മദ് ഇർഷാദ് അസ്ഹരി, V നാരായണൻ, തെരുവത്ത് മുസ ഹാജി, രാജൻ അജാനൂർ കടപ്പുറം, ബേബി രാജ്, CV തമ്പാൻ, A കൃഷ്ണൻ, T ഗോപാലൻ, CH സുലൈമാൻ ഹാജി, PM ഫൈസൽ തുടങ്ങിയവർ സംസാരിച്ചു. കാഴ്ചക്കുല, ഭക്ഷ്യവസ്തുക്കൾ എന്നിവയുടെ സമർപ്പണവും നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വൺ ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർഗോഡ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ 4ാം വാർഷികവും കുടുംബസംഗമവും ബെക്കൽ റെഡ്മൂൺ ബീച്ചിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. വൺ ആർമഡ് എഞ്ചിനീയർ റെജിമെന്റിന്റെ കണ്ണൂർ കാസർഗോഡ് വിമുക്ത ഭടന്മാരുടെ സംഘടനയായ ഫസ്റ്റേഴ്സിന്റെ 4ാം വാർഷികവും കുടുംബസംഗമവും ബേക്കൽ റെഡ്മൂൺ ബീച്ചിൽ നടന്നു. ഉദുമ MLA CH കുഞ്ഞമ്പു ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ ഒരു കുടുംബസംഗമം ബേക്കൽ ബീച്ചിൽ നടത്തുന്നുണ്ട്. MLA വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓക്കെ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ ഈ കൈല എന്ന് പറയുന്ന കേരള യൂത്ത് അക്കാദമി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. സന്നദ്ധ പ്രവർത്തനത്തിന് കുട്ടികളെ തയ്യാറാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. അത് നമ്മുടെ മണ്ഡലത്തിലെ 40 സ്കൂളുകളിലെയും കോളേജുകളിലെയും കുട്ടികൾ തൊഴിലാച്ചെറിയ പരിപാടികൾ ചെയ്യും. അത് 10 മണിക്ക് തുടങ്ങി. ആ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാൻ അല്പം വൈകിയത്. ഇത്രയും പറഞ്ഞ് കുറേ വിശേഷം എത്തുമെന്ന് പറഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ കുടുംബസംഘമായതുകൊണ്ട് ഏതായാലും വൈകുന്നേരം വരെ സമയം പോകണം.
നാളെ വൈകിയാലും കുഴപ്പമൊന്നുമില്ല. ഏതായാലും സമയം വൈകിയാലേ ഏതായാലും വൈകുന്നേരം വരെ ഉച്ചഭക്ഷണത്തിൽ കഴിഞ്ഞ് ഈ ബീച്ചെല്ലാം ആസ്വദിച്ച് ഇവിടെ നിന്നേ പറ്റും. വിമുക്ത ഭടനിൽ നിന്ന് മടയനായി അവരോധിക്കപ്പെട്ട നാരായണൻ മടയനെ പൊന്നാടി അണിയിച്ച് ആദരിച്ചു. തുടർന്ന് കുടുംബാംഗങ്ങൾ പങ്കെടുത്ത ഗാനമേള, മറ്റ് കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. എം ബാലകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. കെ വേണുഗോപാൽ, പി കെ രവീന്ദ്രൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. തലയിലെ ഞരമ്പിന് അസുഖം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന 10 വയസ്സുകാരൻ അദ്നാന് അമർഷാൻ ഫൗണ്ടേഷന്റെ സഹായഹസ്തം. അദ്നാന്റെ ശസ്ത്രക്രിയാ ചെലവിലേക്കായി 3,67,620 രൂപ കൈമാറി. കുമ്പള പഞ്ചായത്തിലെ മൊഗ്രാൽ ബദരിയ നഗറിലെ 10 വയസ്സുകാരൻ അദ്നാന് ചികിത്സാ സഹായം കൈമാറി അമർഷാൻ ഫൗണ്ടേഷൻ. 5 ലക്ഷം രൂപ ശസ്ത്രക്രിയയ്ക്കായി ചെലവ് വരും. ഇതിൽ 3,67,620 രൂപയാണ് ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ സ്വരൂപിച്ച് കുടുംബത്തിന് കൈമാറിയത്. വെറും 2 ആഴ്ച കൊണ്ടാണ് പ്രവർത്തകർ ഇത്രയും വലിയ തുക സമാഹരിച്ചത്. കുറച്ച് മാസങ്ങൾക്ക് മുൻപേ കാസർഗോഡ് ജില്ലയിലെ കുമ്പള പഞ്ചായത്തിൽ മൊഗ്രാൽ എന്ന് പറയുന്ന പ്രദേശത്ത് താമസിക്കുന്ന 10 വയസ്സ് മാത്രം പ്രായമുള്ള അദ്നാൻ എന്ന് പറയുന്ന കുഞ്ഞു മോന് വളരെ എമർജൻസിയായി കീഹോൾ സർജറി ചെയ്യണമെന്ന് കോഴിക്കോട് നിംസ് ആശുപത്രിയിൽ നിന്ന് അറിയിച്ചപ്പോൾ കൂലിവേല ചെയ്ത് കുടുംബം പുലർത്തുന്ന കുട്ടിയുടെ പിതാവായ നിസാർ എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൂടപ്പുറപ്പിന് ഏകദേശം ആദ്യ സർജറിക്ക് 3 ലക്ഷവും രണ്ടാമത്തെ സർജറിക്ക് 2 ലക്ഷവും ആയി എസ്റ്റിമേറ്റാണ് ഹോസ്പിറ്റലിൽ നിന്ന് നൽകിയിട്ടുണ്ടായിരുന്നത്. ആ തുക യാതൊരു കാരണവശാലും കണ്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് നമ്മളെ അറിയിച്ചപ്പോൾ അതുമായി ബന്ധപ്പെട്ട് വളരെയധികം പ്രയാസത്തിലാണ്. വളരെ എമർജൻസിയായി ഈ സർജറി നടന്നില്ലെങ്കിൽ തൻ്റെ കുഞ്ഞ് വളരെ മാരകമായ ശാരീരിക ബുദ്ധിമുട്ടിലേക്ക് പോകും. എത്രയും പെട്ടെന്ന് സർജറി അനിവാര്യമാണ്. ഒരു സമയം പോലും എൻ്റെ കുഞ്ഞ് വേദന സഹിച്ച് നിൽക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യത്തിലാണ്. ഞങ്ങളുടെ കുഞ്ഞിന്റെ വേദന ഞങ്ങൾക്ക് കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല. ഒരു മാസത്തെ വെറും പമ്പേഴ്സ് മാത്രം വാങ്ങാനുള്ള ചെലവ് 2,500 മുതൽ 3,000 രൂപ വരെ വരുന്നുണ്ട്. അതൊക്കെ ആരോഗ്യമുള്ള കാലത്തോളം ഞാൻ ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിന് വേണ്ടി കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് പറ്റും. പക്ഷേ ഈ ഒരു വലിയ തുക ഒറ്റ തവണയായി കണ്ടെത്താൻ യാതൊരു മാർഗവുമില്ല. കോഴിക്കോട് ആശുപത്രിയിൽ വെച്ചാണ് അദ്നാന്റെ ശസ്ത്രക്രിയ നടത്തുക. നിർധന കുടുംബത്തിന് ഭീമമായ തുക താങ്ങാനാവുന്നതിലും അപ്പുറത്താണ്. ഉദാരമതികളുടെ കനിവ് കാത്തു കഴിയുകയാണ് ഈ കുടുംബം. അമർഷാൻ ഫൗണ്ടേഷൻ പ്രവർത്തകരെ പോലെ തങ്ങളെ ചേർത്ത് നിർത്താൻ സുമനസുകൾ തയ്യാറാവുമെന്ന പ്രതീക്ഷയിലാണ് അദ്നാന്റെ കുടുംബം. അമർഷാൻ, ഷാഫി കാസർഗോഡ്, അസീസ് മടിയൻ, ഇല്യാസ് തൃശൂർ, സിദ്ദിഖ് ഉസ്താദ്, നൌഷാദ് കാഞ്ഞങ്ങാട് എന്നിവർ വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. നെല്ലിത്തറ കുരുക്ഷേത്ര കലാസാംസ്കാരിക സമിതി ആദരവ് സഭ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. കലാ സാംസ്കാരിക ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ നിരവധി വർഷത്തെ പ്രവർത്തനങ്ങളുമായി മുന്നേറുന്ന നെല്ലിത്തറ കുരുക്ഷേത്ര കലാ സാംസ്കാരിക സമിതി ആദരവ് സഭ സംഘടിപ്പിച്ചു. കാസർഗോഡ് ഡിവൈഎസ്പി CK സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. സമാധാന ഭരണ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ജനങ്ങളുമായി നിത്യവും ഇടപെടുന്ന ഒരാൾ എന്ന നിലയിൽ നിത്യേന കാണുന്ന പല യാഥാർത്ഥ്യങ്ങളും മനസ്സിൽ തട്ടുന്നവയാണ്. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് വളർത്തിയെടുക്കുന്ന മക്കളിൽ പലരും പല സാഹചര്യങ്ങളും കൊണ്ടും വഴിതെറ്റിപ്പോകുന്ന ഒരു സാഹചര്യമാണ് എന്നുള്ളത്. ഒരു പക്ഷേ നമ്മളാരും ചിന്തിക്കാത്ത ഒരു കാര്യമാണ്. കാരണം ഇന്ന് ഉച്ചയ്ക്ക് മുള്ളേരിയയിൽ ഗവൺമെൻറ് സ്കൂളിൽ ഒരു ക്ലാസ്സിൽ പങ്കെടുക്കാനുള്ള ഒരു സാഹചര്യമുണ്ട്.
അവിടെ വളരെ സന്തോഷം തോന്നിയ ഒരു നിമിഷമായിരുന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹിപാൽ, CISFൽ ജോലി നേടി പോകുന്ന K വിനായകൻ എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. സമിതി പ്രസിഡന്റ് സത്യൻ MS അധ്യക്ഷത വഹിച്ചു. നെല്ലിത്തറ ധർമ്മശാസ്ത്ര ക്ഷേത്രം ഗുരുസ്വാമി പത്മനാഭൻ P, ക്ഷേത്രം പ്രസിഡന്റ് പ്രകാശൻ K, അഡ്വക്കേറ്റ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. K പവിത്രൻ സ്വാഗതവും TV സുജിത് നന്ദിയും പറഞ്ഞു. ഇനി ഒരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. എന്താ ഡോക്ടർ, എനിക്കിന്ന് ഡ്രൈവ് ചെയ്യാൻ പറ്റും? ഓ, അതിനെന്താ, ഓഫ് കോഴ്സ്. കാഴ്ചയ്ക്കൊപ്പം കാഴ്ചപ്പാടും മാറുന്നു. ദി പയ്യന്നൂർ ഐ ഫൗണ്ടേഷൻ സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ, തളിപ്പറമ്പ്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ. Congratulations for your timely good service. All of your good nurses. നിങ്ങളെപ്പോലെ സമർത്ഥരായ നഴ്സുമാരെയാണ് ഈ ഹോസ്പിറ്റലിന് ആവശ്യം. മറ്റുള്ളവരുടെ വേദനകൾ സ്വന്തം വേദനയായി മാറ്റിയെടുത്ത് അവരെ സാന്ത്വനിപ്പിക്കാൻ മനസ്സുള്ളവരാണ് നഴ്സുമാർ. നിങ്ങൾ ഓരോരുത്തർക്കും ആ കഴിവ് ഞാൻ കാണുന്നു. നിങ്ങൾ പഠിച്ചത്, നിങ്ങളെ പഠിപ്പിച്ചത് യൂണിറ്റിയാണ്. ഞങ്ങളിപ്പോൾ അഭിമാനിക്കുന്നു, അതിലേറെ സന്തോഷിക്കുന്നു. ഞങ്ങൾക്ക് കിട്ടിയ ഈ അംഗീകാരം നമ്മുടെ യൂണിറ്റിക്ക് വേണ്ടി സമർപ്പിക്കുന്നു. യൂണിറ്റി സെന്റർ ഫോർ മെഡിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷൻ, കാഞ്ഞങ്ങാട്, കാസർഗോഡ് ജില്ല. മൻസൂർ ഹോസ്പിറ്റൽ 2 ദശാബ്ദക്കാലം ഉത്തര മലബാറിലെ ആരോഗ്യരംഗത്ത് പ്രൊഫഷണൽ എത്തിക്സിന്റെ മൂല്യങ്ങളുമായി ജനമനസ്സുകളുടെ ഹൃദയത്തുടിപ്പായി മാറിയ മൻസൂർ ഹോസ്പിറ്റൽ കൂടുതൽ സജ്ജീകരണങ്ങളുമായി എന്നും മുൻപന്തിയിൽ തന്നെ. വെൽ എക്സ്പീരിയൻസ്ഡ് ആൻഡ് ഹൈലി ക്വാളിഫൈഡ് ഡോക്ടേഴ്സ്, 100% ആരോഗ്യ സംരക്ഷണം ഉറപ്പുവരുത്തി അണുവിമുക്ത ഉപകരണങ്ങളുമായി അത്യാധുനിക പ്രസവ ബ്ലോക്ക്, ICU, നിയോനാറ്റൽ ICU, ലാബ്, മെഡിക്കൽ സ്റ്റോർ ആൻഡ് മോസ്റ്റ് മോഡേൺ ഓപ്പറേഷൻ തിയേറ്റർ. Fully furnished AC and non-AC rooms with affordable rate. സേവന തത്പരരും അർപ്പണ മനോഭാവമുള്ള കരുത്തുറ്റ മാനേജ്മെന്റ്. മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 0467220270. 7 lines. മൻസൂർ ഹോസ്പിറ്റൽ. ഡെഡിക്കേഷൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഡിഗ്നിറ്റി. വിതരണ രംഗത്ത് വടക്കേ മലബാറിലെ ഏറ്റവും വലിയ ഷോറൂം മണി ഹോം നീഡ്സ്. വീട്ടമ്മമാരുടെ അഭിരുചിക്കിണങ്ങിയ വീട്ടുപകരണങ്ങളുടെ കലവറ. സ്റ്റീൽ, ഓട്, അലുമിനിയം പാത്രങ്ങൾ, മിക്സി, ഗ്രൈൻഡർ, ഓവൻ, കോക്കറി, നോൺ സ്റ്റിക്. വിദഗ്ധരായ തൊഴിലാളികൾ മെനഞ്ഞെടുത്ത ലക്ഷ്മി വിളക്ക്, ഉരുളി, നിലവിളക്ക്, കിണ്ടി, ക്ഷേത്രങ്ങളിൽ ആവശ്യമായ മണികൾ, പൂജാപാത്രങ്ങൾ, വലിയ വിളക്കുകൾ, കൂടാതെ വ്യാപാരികൾ, ആരാധനാലയങ്ങൾ, കല്യാണ മണ്ഡപങ്ങൾ, ഡിന്നർ സെറ്റ്, ഹോട്ടലുകൾ എന്നിവയ്ക്ക് ആവശ്യമായ വലിയ അലുമിനിയം പാത്രങ്ങളും ഗ്യാസ് സ്റ്റൗവുകളും ഹോൾസെയിൽ വിലയിൽ ലഭിക്കുന്ന കാഞ്ഞങ്ങാട്ടെ ഏറ്റവും വലിയ പുതിയ സ്ഥാപനം മണി ഹോം നീഡ്സ്. എന്റെ സ്വപ്നങ്ങളിൽ കൂടുതലും എന്റെ യാത്രകളെ കുറിച്ചുള്ളതായിരുന്നു. ഓരോ യാത്രകൾ കഴിയുമ്പോഴും തിരിച്ചു മടങ്ങണമെന്നുള്ള സങ്കടം എനിക്കില്ലായിരുന്നു. എന്തെന്നാൽ ഞാൻ തിരിച്ചെത്തുന്നത് എന്റെ സ്വർഗത്തിലേക്കാണ്, എന്റെ സ്വന്തം വീട്. ഈ വീടെന്ന സ്വപ്നത്തിന് ജീവൻ നൽകിയ ഒരിടമുണ്ട്. The master brain behind my dream. The magical bond between me and my home. D&G Furniture and Interiors, അതിനാൽ കാഞ്ഞങ്ങാട്. ആരത്? നസീമേ, ഇജ്ജ് കേറി മോളെ. എല്ലാ പാപ്പക്ക് ഇത്രയും ദൂരമില്ലെല്ലാം കാണും. പിന്നെ കഴിഞ്ഞ 10 വർഷമായിട്ട് ഗ്രാൻഡ് ഒപ്റ്റിക്കൽസിലെ കണ്ണാടിയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. എന്നെ ചെറുപ്പാക്കുന്നതും നിന്നെ വലുപ്പാക്കുന്നതും ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. എന്റെ സെമീറ, ഞാനിത് ഇപ്പൊ തന്നെ പോലായി. നേത്ര ചികിത്സാ രംഗത്ത് നൂതന സാങ്കേതികതയുമായി കാഞ്ഞങ്ങാട് നഗരത്തിൽ 10 വർഷം പൂർത്തിയാക്കുന്നു ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബിഗ് മാൾ, കാഞ്ഞങ്ങാട്. ഞങ്ങളുടെ ബ്രാഞ്ചുകൾ
ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കോട്ടച്ചേരി. ഗ്രാൻഡ് ഒപ്റ്റിക്കൽസ്, പരപ്പ. ഐ ട്രസ്റ്റ് ഒപ്റ്റിക്കൽസ്, മാണിക്കോട്. വാർത്തകൾ തുടരുന്നു. യൂത്ത് വോയിസ് പടിഞ്ഞാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് ബക്കറ്റ് ബിരിയാണി ചാലഞ്ച് നടത്തി. ക്യാൻസർ രോഗികൾക്ക് സൗജന്യ ആംബുലൻസ് സേവനം നൽകുന്നതിന്റെ ഭാഗമായാണ് ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത്. ആഘോഷത്തിന്റെയും ആർഭാടത്തിന്റെയും മാത്രം കഥയറിഞ്ഞിരുന്ന ബിരിയാണിക്കിപ്പോൾ പറയാനുള്ളത് അതിജീവനത്തിന്റെ ഒട്ടേറെ കഥകളാണ്. ദുരിതവും രോഗവും മൂലം വലയുന്നവർക്ക് പുണ്യത്തിന്റെ രുചിക്കൂട്ടാണിപ്പോൾ ബിരിയാണി. ചാരിറ്റി ധനസമാഹരണത്തിനുള്ള പുതിയ വഴിയായി മാറിയിരിക്കുകയാണ് ബിരിയാണി ചലഞ്ച്. കാസർഗോഡ് ജില്ലയുടെ ആരോഗ്യ, ജീവകാരുണ്യ, സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ യൂത്ത് വോയിസ് പടിഞ്ഞാറ് ചാരിറ്റബിൾ ട്രസ്റ്റ് 10ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ പുതിയൊരു പ്രവർത്തനത്തിനു കൂടി തുടക്കം കുറിച്ച് നാടിന് മാതൃകയാവുകയാണ്. നാട്ടിലെ ക്യാൻസർ ബാധിതർക്ക് സൗജന്യ ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തുക എന്നതാണ് ലക്ഷ്യം. ഇതിനായി ബക്കറ്റ് ബിരിയാണി ചാലഞ്ച് സംഘടിപ്പിച്ചു. സാംസ്കാരിക, ജീവകാരുണ്യ മേഖലകളിലെ കാഞ്ഞങ്ങാടിന് അഭിമാനമായി, കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ അഭിമാനമായി മാറിയ ഒരു പ്രസ്ഥാനമാണ് യൂത്ത് വോയിസ് പടിഞ്ഞാറ് എന്നുള്ളത് ഞങ്ങൾ ട്രസ്റ്റ് മെമ്പർമാർ പറയാതെ തന്നെ ഇവിടെ തെളിയിക്കപ്പെട്ടൊരു സംഭവമാണ്. 2018 പ്രളയകാലത്തും അതിനുശേഷം വന്ന പ്രളയത്തിലൊക്കെ 40ഓളം ദിവസങ്ങളിൽ യൂത്ത് വോയിസിൻ്റെ കർമ്മധീരരായ പ്രവർത്തകർ യാതൊരുവിധ പ്രതിഫലവുമില്ലാതെ കണ്ട് അവിടെ പോയി താമസിച്ച് സ്വയം വളണ്ടിയർമാരെ മാറിയ ചരിത്രം പോലും കാഞ്ഞങ്ങാടിന് ഒരു അഭിമാനമുള്ളൊരു സംഭവം തന്നെയാണ്. അതോടൊപ്പം തന്നെ 4 ആംബുലൻസുകളുമായി കാസർഗോഡ് ജില്ലയിൽ തന്നെ മികച്ചു നിൽക്കുന്ന ഒരു ട്രസ്റ്റാണ് യൂത്ത് വോയിസ് പടിഞ്ഞാറ്. ഇന്ന് യൂത്ത് വോയിസ് പടിഞ്ഞാറ് എന്ന് പറഞ്ഞാൽ രോഗികൾക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അനാഥരായവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ, പാവപ്പെട്ടവർക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് അവരുടെ മനസ്സിൽ വരുന്ന ഒരു പ്രസ്ഥാനമായി യൂത്ത് വോയിസ് മാറിയിരിക്കുകയാണ്. ഏകദേശം 22,000-ഓളം പേർക്കുള്ള ബക്കറ്റ് ബിരിയാണിയാണ് തയ്യാറാക്കിയത്. വിൽപ്പനയിലൂടെ ലഭിക്കുന്ന തുക ഉപയോഗിച്ച് ക്യാൻസർ ബാധിതർക്ക് സൗജന്യ ആംബുലൻസ് സേവനം ഉറപ്പുവരുത്തും. ബിരിയാണി ചാലഞ്ചിന്റെ ഭാഗമായി നാട്ടിലെ അനാഥ അഗതി മന്ദിരങ്ങൾ, വൃദ്ധസദനങ്ങൾ തുടങ്ങിയ സ്ഥാപനങ്ങളിലേക്കും ബിരിയാണി സൗജന്യമായി നൽകി. ചാരിറ്റബിൾ ട്രസ്റ്റിന് കീഴിൽ നിരവധി പ്രവർത്തകരാണ് ഈ മാതൃകാ പ്രവർത്തനത്തിന്റെ ഭാഗമായത്. നാട്ടുകാരും ഒപ്പം കൈകോർത്തു. വർക്കിംഗ് ചെയർമാൻ മുനീർ KK, വർക്കിംഗ് കൺവീനർ ഷംസുദ്ദീൻ, ജനറൽ കൺവീനർ സിറാജ് അബ്ദുള്ള, ചീഫ് കോർഡിനേറ്റർ നാസർ KP, ഫൗണ്ടർ ചെയർമാൻ അനീസ് M, രക്ഷാധികാരി മുഹമ്മദ് ഫൈസൽ, ആംബുലൻസ് കോർഡിനേറ്റർ അസ്ലം, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ലത്തീഫ് CH, സൈനുദ്ദീൻ യൂസഫ്, നവാസ് P തുടങ്ങിയവർ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകുലവും ക്ഷേത്ര നവീകരണം. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രം ഫണ്ട് കൈമാറി. ഉത്തര കേരളത്തിലെ അതിപുരാതന ക്ഷേത്രമായ മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്രത്തിലെ നവീകരണ പ്രവർത്തനങ്ങൾ വിവിധ ക്ഷേത്രങ്ങളുടെയും കഴകങ്ങളുടെയും തറവാടുകളുടെയും മറ്റ് ഭക്തജനങ്ങളുടെയും കൂട്ടായ്മയിൽ പുരോഗമിച്ചു വരികയാണ്. നവീകരണ പ്രവർത്തികൾക്കായി മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിന്റെ വകയായുള്ള ഫണ്ട് കൈമാറൽ മടിയൻകുലോം ക്ഷേത്രത്തിൽ വെച്ച് നടന്നു. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിലെ സ്ഥാനികൻ വായിക്കര വിജയൻ കാരണവരിൽ നിന്നും മടിയൻകുലോം ക്ഷേത്ര ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ VM ജയദേവൻ ഫണ്ട് ഏറ്റുവാങ്ങി. അതുമായി ബന്ധപ്പെട്ടുള്ള ഓരോ കഴകങ്ങളും അതാത് സമയങ്ങളിൽ വന്ന് ഓരോ പ്രവർത്തികൾ ഏറ്റെടുത്ത് കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സ്വർണ്ണപൃഷ്ഠ ചിന്തയിൽ അമ്മയും അതുപോലെ തന്നെ ഈശ്വരനും നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പ്രധാനമായും മാഞ്ഞാളി അമ്മയുടെയും അതുപോലെ തന്നെ പെരട്ടൂർ ഭഗവതിയുടെയും അതുപോലെ കിഴക്കേ ഗോപുരത്തിൻ്റെയും നവീകരണത്തോടൊപ്പം തന്നെ ക്ഷേത്രപാലകൻ ഈശ്വരൻ്റെ നവീകരണവും അതുപോലെ അതൊക്കെ കഴിഞ്ഞ് ചെയ്യണമെന്നുള്ള രീതിയിൽ കാളരാത്രി അമ്മയുടെയും നവീകരണവും മറ്റു പ്രവൃത്തികളും ചെയ്യണമെന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതിന് പ്രകാരമുള്ള പ്രവൃത്തികളൊക്കെ ഏകദേശം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. മാണിക്കോത്ത് മാണിക്യമംഗലം പുന്നക്കാൽ ഭഗവതി ക്ഷേത്ര സ്ഥാനികൻ ആക്കോടൻ ബാലകൃഷ്ണൻ നന്ദിതിരിയൻ, പ്രസിഡന്റ് കരുണൻ മുട്ടത്ത്, സെക്രട്ടറി പുതിയടത്ത് നാരായണൻ, ട്രഷറർ ആക്കോടൻ കുഞ്ഞിക്കണ്ണൻ, വൈസ് പ്രസിഡന്റ് വിജയൻ മുട്ടത്ത്, മടിയൻകുലോം ക്ഷേത്ര ട്രസ്റ്റി ബോർഡ് മെമ്പർമാരായ NV ബേബിരാജ്, V നാരായണൻ, AV അശോകൻ, നിർമ്മാണ കമ്മിറ്റി ചെയർമാൻ P ബാലകൃഷ്ണൻ വെള്ളിക്കോത്ത്, തൊക്കാരം ഗോപാലൻ, ക്ഷേത്ര എക്സിക്യൂട്ടീവ് ഓഫീസർ PV വിജയൻ, TV തമ്പാൻ, ബാബു മയൂരി, M നാരായണൻ, ഭാസ്കരൻ കുതിരുമൽ എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന് തുടക്കമായി. കൊടിയേറ്റ ചടങ്ങ് നടന്നു.
ശ്രീ പഞ്ചലിംഗേശ്വരൻ കുണ്ടംകുഴിയപ്പനായി ഭക്തരക്ഷ ചെയ്യുന്ന ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന പുണ്യപവിത്ര സന്നിധിയായ കുണ്ടംകുഴി ശ്രീ പഞ്ചലിംഗേശ്വര ക്ഷേത്ര ആറാട്ട് മഹോത്സവത്തിന് ഭക്തിയുടെ നിറവിൽ തുടക്കമായി. ബ്രഹ്മശ്രീ ഇരുവൽ കേശവൻ വാഴുന്നവരുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് മഹോത്സവം നടത്തുന്നത്. രാവിലെ ഉഷപൂജ, ഗണപതി ഹോമം, ബിംബശുദ്ധി, 25 കലശപൂജ എന്നിവ നടന്നു. തുടർന്ന് ബദിര കൊട്ടാരം ശ്രീ ആദിനാൽവർ ദേവസ്ഥാനം ചേവിരി തറവാട്ടിൽ നിന്നും മുത്തുക്കുടകളുടെയും വാദ്യാഘോഷങ്ങളുടെയും അകമ്പടിയോടുകൂടി ഭണ്ഡാരവരവ് നടന്നു. ഫലധാന്യ കാഴ്ച സമർപ്പണവും നടന്നു. തുടർന്നാണ് ഭക്തി നിർഭരമായ അന്തരീക്ഷത്തിൽ കൊടിയേറ്റ ചടങ്ങ് നടന്നത്. ചടങ്ങിന് ശേഷം കലശാഭിഷേകം, മഹാപൂജ, പ്രസാദ വിതരണം എന്നിവ നടന്നു. നാടിന്റെ നാനാഭാഗത്തു നിന്നും നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് കൊടിയേറ്റ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നത്. ഞായറാഴ്ച രാവിലെ മുതൽ വിവിധ പൂജാതി കർമ്മങ്ങൾ നടക്കും. രാത്രി 6:30 തിരുവാതിര അരങ്ങേറും. 15 ബുധനാഴ്ച വൈകിട്ട് 4 മണിക്ക് ആറാട്ടുബലി. തുടർന്ന് ആറാട്ടെഴുന്നള്ളത്ത് നടക്കും. ന്യൂസ് ബ്യൂറോ, കുണ്ടംകുഴി. പനയാൽ കളിങ്ങോത്ത് വലിയവളപ്പ് വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് ലോഗോ പ്രകാശനം നടന്നു. സോഷ്യൽ മീഡിയ പേജുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. പനയാൽ കളിങ്ങോത്ത് വലിയവളപ്പ് ശ്രീ വയനാട്ടുകുലവൻ ദേവസ്ഥാനത്ത് തെയ്യംകെട്ട് മഹോത്സവം ഏപ്രിലിൽ നടക്കും. ലോഗോ പ്രകാശനവും സോഷ്യൽ മീഡിയ പേജുകളുടെ സ്വിച്ച് ഓൺ കർമ്മവും മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനവും നടന്നു. ചടങ്ങിന്റെ ഉദ്ഘാടനം പള്ളിക്കര പഞ്ചായത്ത് പ്രസിഡന്റ് എം കുമാരൻ നിർവഹിച്ചു. ലോഗോയുടെ പ്രകാശനം അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് പി ബാലകൃഷ്ണൻ നായർ നിർവഹിച്ചു. മ്യൂസിക്കൽ ആൽബത്തിന്റെ പ്രകാശനം സുനേഷ് പൂജാരിയും സോഷ്യൽ മീഡിയ പേജുകളുടെ സ്വിച്ച് ഓൺ കർമ്മം കപ്പണക്കാൽ കുഞ്ഞിക്കണ്ണൻ നായത്താരും നിർവഹിച്ചു. ആഘോഷ കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് വിജയൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. വർക്കിംഗ് ചെയർമാൻ രാജേന്ദ്രനാഥ് സ്വാഗതവും കൺവീനർ നാരായണൻ സി നന്ദിയും പറഞ്ഞു. ലോഗോ രൂപകൽപ്പന ചെയ്ത ആശു കാഞ്ഞങ്ങാട്, മ്യൂസിക്കൽ ആൽബം രചിച്ച AL ജോസ് തിരൂർ, സംഗീത സംവിധാനം നിർവഹിച്ച ലോഹി മുക്കൂട്, ഗാനം ആലപിച്ച വിനോദ് ചാമുണ്ടിക്കുന്ന് എന്നിവർക്കുള്ള ആദരവ് ബാലകൃഷ്ണൻ കാർന്നോർ, ഹരിദാസ് കാർന്നോർ, രവീന്ദ്രൻ കളക്കാരൻ, അശോകൻ നാലുട്ടുകാരൻ എന്നിവർ നിർവഹിച്ചു. കൃഷ്ണൻ ചട്ടഞ്ചാൽ, ഉദയമംഗലം സുകുമാരൻ, M ബാലകൃഷ്ണൻ നായർ, ചിത്രഭാനു, കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ, ചന്ദൻ കുഞ്ഞി പനയാൽ, ജിതിൻ ചന്ദ്രൻ വെളുത്തോളി, അനിൽകുമാർ KT എന്നിവർ സംസാരിച്ചു. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ഭണ്ഡാര സമർപ്പണം നടന്നു. കായക്കിൽ കുഞ്ഞിക്കണ്ണനാണ് ഭണ്ഡാരം പണി കഴിപ്പിച്ച് സമർപ്പിച്ചത്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം ശ്രീ പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്ത് ഭണ്ഡാര സമർപ്പണ ചടങ്ങ് നടന്നു. അടോട്ട് കായക്കീൽ കുഞ്ഞിക്കണ്ണനാണ് ഭണ്ഡാരം പണികഴിപ്പിച്ച് ക്ഷേത്രത്തിലേക്ക് സമർപ്പിച്ചത്. ആചാരസ്ഥാനികരുടെയും ദേവസ്ഥാന ഭരണസമിതി, ആഘോഷ കമ്മിറ്റി അംഗങ്ങളുടെയും ഭക്തജനങ്ങളുടെയും സാന്നിധ്യത്തിലാണ് ചടങ്ങ് നടത്തിയത്. അടോട്ട് മൂത്തേടത്ത് കുതിര പഴയ സ്ഥാനം പാടാർകുളങ്ങര ഭഗവതി ദേവസ്ഥാനത്തിലെ ജ്യോതിഷ് കാരണവർ കുഞ്ഞിക്കണ്ണൻ കായക്കീലിൽ നിന്നും ഭണ്ഡാരത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങി സമർപ്പണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. അടോട്ട് മൂത്തേടത്ത് കുതിരി പഴയ ദേവസ്ഥാനത്ത് കളിയാട്ട മഹോത്സവവുമായി ബന്ധപ്പെട്ട് കാലപ്പഴക്കം ചെന്ന ഭണ്ഡാരം പൊളിച്ചു മാറ്റി പുതിയ ഭണ്ഡാരം നിർമ്മിച്ചിരിക്കുകയാണ്. അതിൻ്റെ ഉള്ളുത്തരവാദിത്വം കായക്കീൽ കുഞ്ഞിക്കണ്ണൻ ഏറ്റെടുത്ത് പണി കഴിപ്പിച്ച് തന്നിരിക്കുകയാണ്. ഇന്നതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. അപ്പോൾ നമ്മൾ കളിയാട്ടത്തിൻ്റെ സമർപ്പണം നടത്തിയിരിക്കുകയാണ്. നമ്മുടെ കളിയാട്ടവുമായി ബന്ധപ്പെട്ട് തിരുവുൾക്കാഴ്ച, 2 തിരുവുൾക്കാഴ്ചയും വളരെ ആഘോഷപരമായി എല്ലാ പരിപാടിയും നടന്നുകൊണ്ടിരിക്കുന്നു. എന്നതിനും വലിയ പാട്ടുത്സവം, പാട്ടുത്സവമായി ഇന്ന് പൂഞ്ചിരിയും എരിയാമ്പും നാളെ വീണ്ടും കുളത്തേക്ക് എത്തിക്കണം. 13-ാം തീയതിയാണ് നമ്മളെ തെയ്യം പോകേണ്ടത്. ക്ഷേത്രം പ്രസിഡന്റ് കൊട്ടൻ കുഞ്ഞി അടോട്ട്, സെക്രട്ടറി M ബാലൻ, ട്രഷറർ TP കുഞ്ഞികൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. വിനോദ് കുമാർ പള്ളയിൽ വീട് അനുസ്മരണം പെരിയ പുളിക്കാലിൽ നടന്നു. UDF ജില്ലാ കൺവീനർ A ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയായിരുന്ന വിനോദ് കുമാർ പള്ളയിൽ വീടിന്റെ 1ാം ചരമവാർഷികം പുല്ലൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പുളിക്കാലിൽ വെച്ച് നടന്നു. അനുസ്മരണ ചടങ്ങ് ജില്ലാ UDF കൺവീനർ A ഗോവിന്ദൻ നായർ ഉദ്ഘാടനം ചെയ്തു. പ്രമുഖ സ്ഥാനത്തെത്തി നിന്നുകൊണ്ട് അഹോരാത്രം പ്രവർത്തിച്ച നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ
ഒരുപാട് സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്ത് മെമ്പറായ കാലഘട്ടം, ബാങ്ക് പ്രസിഡൻ്റായ കാലഘട്ടം, അതുപോലെ തന്നെ സ്കൂളുകളിലെ പുരോഗതിക്ക് ആവശ്യമായ പ്രവർത്തന രംഗത്തെല്ലാം വളരെയേറെ സജീവമായി പ്രവർത്തിച്ച ഒരു ചെറുപ്പക്കാരൻ ആണ് ശ്രീ വിനോദ്. പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾക്ക് പോലും ശ്രീ വിനോദിനെക്കുറിച്ച് രാഷ്ട്രീയപരമായ അഭിപ്രായമല്ലാതെ വ്യക്തിപരമായി വിനോദിനെക്കുറിച്ച് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസമില്ലാത്ത ചുരുക്കം ചില രാഷ്ട്രീയ നേതാക്കളിൽ ഒരാളായിരുന്നു ശ്രീ വിനോദ് എന്ന് പുല്ലൂർ മണ്ഡലം പ്രസിഡന്റ് KV ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. DCC മുൻ പ്രസിഡന്റ് ഹക്കീം കുന്നിൽ അനുസ്മരണ പ്രഭാഷണം നടത്തി. BP പ്രദീപ് കുമാർ, KV ഭക്തവത്സലൻ, CK അരവിന്ദൻ, KR കാർത്തികേയൻ തുടങ്ങി നിരവധി പേർ സംസാരിച്ചു. വിജയകുമാർ പുല്ലൂർ സ്വാഗതവും KV ദാമോദരൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം കാസർകോട്ട് നടന്നു. DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. എയ്ഡഡ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ AHSTA ജില്ലാ സമ്മേളനം കാസർഗോട്ട് DCC പ്രസിഡന്റ് PK ഫൈസൽ ഉദ്ഘാടനം ചെയ്തു. ഓരോ കോഴ്സിനും കോഴ്സ് തിരഞ്ഞെടുക്കുമ്പോൾ ആ വിദ്യാഭ്യാസത്തിന്റെ ഉന്നത നിലവാരം പുലർത്തുവാൻ അടുത്ത കാലത്തായി റിസൾട്ട് കഴിഞ്ഞു പോകുന്ന വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് നിങ്ങൾ ആരും കുഴപ്പമില്ല, അതിന്റെ കുഴപ്പമൊക്കെ ഈ ഗവൺമെന്റാണ്. കാരണം ഇഷ്ടം പോലെ പഴയ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി 100% റിസൾട്ട് ഉണ്ടാക്കുവാൻ ഗവൺമെന്റിന്റെ നിർദ്ദേശത്തോടു കൂടി മാർക്ക് ഇഷ്ടം പോലെ കൊടുക്കുന്നു, 100% ആക്കാൻ. AHSTA ജില്ലാ പ്രസിഡന്റ് പ്രവീൺ കുമാർ അധ്യക്ഷത വഹിച്ചു. ഓർഗനൈസിംഗ് സെക്രട്ടറി ജിജി തോമസ് മുഖ്യപ്രഭാഷണം നടത്തി. പ്രിൻസിപ്പൽ ഫോറം ചെയർമാൻ മെജോ ജോസഫ്, സുബിൻ ജോസ്, ജുബിൻ ജോസ്, അൻവർ AB, പ്രേമലത K തുടങ്ങിയവർ സംസാരിച്ചു. പരിപാടിയിൽ മികച്ച ഹയർ സെക്കൻഡറി അധ്യാപകനുള്ള പുരസ്കാര സമർപ്പണവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും നടന്നു. AHSTA ജില്ലാ സെക്രട്ടറി ഷിനോജ് സെബാസ്റ്റ്യൻ സ്വാഗതവും ട്രഷറർ ബാലചന്ദ്രൻ AK നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഹിളാ കോൺഗ്രസ് സാഹസ് യാത്ര തൃക്കരിപ്പൂരിൽ സമാപിച്ചു. സമാപന പൊതുസമ്മേളനം ബിന്ദു കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. മടിയൻകുലം പാട്ടുത്സവത്തിന് ഭക്തിനിർഭരമായ തുടക്കം. വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുള്ള തെയ്യം വരവും കാഴ്ച സമർപ്പണവും നടക്കും. കേരള അഡ്വക്കേറ്റ് ക്ലർക്സ് അസോസിയേഷൻ ഹോസ്തൃക യൂണിറ്റ് സമ്മേളനം നടന്നു. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ നാടൻ പാട്ടിൽ A ഗ്രേഡ് നേടി രാവണേശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീം. CITU അജാനൂർ പഞ്ചായത്ത് പ്രവർത്തക കൺവെൻഷൻ നടന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം VV പ്രസന്നകുമാരി ഉദ്ഘാടനം ചെയ്തു. അതിഞ്ഞാൽ ദർഗാ ഷരീഫ് ഉറൂസിന് തുടക്കമായി. ഉറൂസ് കമ്മിറ്റി ചെയർമാൻ PM ഫാറൂഖ് ഹാജി പതാക ഉയർത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.